നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിംഗ് നിങ്ങളെ സങ്കടപ്പെടുത്തിയ തേർഡ് പാർട്ടിയുടെ കർമ്മഫലം എന്തായിരിക്കും അതാണ് നമ്മൾ നോക്കുന്നത്. ഭഗവാനെ ഓം നമ ശിവായ, 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 ഇപ്പോ പാമ്പുകളൊക്കെ വെള്ളം കുടിക്കാൻ കിട്ടാതെ അലഞ്ഞു നടക്കുന്ന സമയമായിരിക്കും. അപ്പൊ അവരെല്ലാം എന്ത് ജന്തുക്കളാണെങ്കിലും വിഷജന്തുക്കളാണെങ്കിലും അവർ നമ്മളെ ഉപദ്രവിക്കാൻ വേണ്ടി വരുന്നതല്ല, അവരുടെ ജീവിതം രക്ഷിക്കാൻ വേണ്ടി ഭക്ഷണം അന്വേഷിച്ചോ വെള്ളം അന്വേഷിച്ചോ വരുന്നതായിരിക്കും. അപ്പൊ നമ്മുടെ പരിസരങ്ങളൊക്കെ വൃത്തിയാക്കി വെക്കുക, കാടൊന്നും ഇല്ലാതിരിക്കുക. പിന്നെ നമ്മൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു വടി കയ്യിൽ കരുതി ഒന്ന് തട്ടി അതാ സൗണ്ട് കേൾക്കുമ്പോൾ ഇനി മാറിപ്പോളും കേട്ടോ. പിന്നെ പാമ്പുകളുള്ള സ്ഥലത്ത് ജീവിക്കുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. എന്തെങ്കിലുമൊക്കെ ഇപ്പൊ ഗ്യാസ് കുറ്റിയുടെ അടിയിൽ വരെ മൂർഖം കയറിയിരിക്കുന്നതൊക്കെ കാണിച്ചു, ചെരുപ്പിന്റെ അകത്ത് കയറിയിരിക്കും. നിങ്ങൾ തുണി അഴയിൽ വിരിച്ചിടാൻ പോകുമ്പോൾ മരമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ കയറിയിരിക്കും, മരത്തിൽ കൂടെ എല്ലാം കയറിയിട്ട് അതിനിടയിൽ ചൂട് കിട്ടുന്ന ചൂടില്ലാതിരിക്കാനായിട്ട് തണുപ്പ് അന്വേഷിച്ച് നടക്കുകയാണ് നിങ്ങൾ. അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. അതുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളാണ് ബോധമുള്ളവര്, നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. അപ്പൊ നമുക്ക് ഓറക്കൽ മെസ്സേജ് നോക്കാം. ഭഗവാനെ ഓം നമ ശിവായ. നിങ്ങള് ഈ ഒരു അവസ്ഥയെ കുറിച്ചിട്ടുള്ള എന്താണ് ഓറക്കൽ, എന്ത് മെസ്സേജ് ആണ് നിങ്ങൾ അറിയേണ്ടത് എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ഭഗവാനോട്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇത്രയും കാർഡുകളാണ് വന്നത്. ക്ഷമയെ കുറിച്ച് പറയുന്നുണ്ട്. നല്ല ക്ഷമയുള്ളവരായിരിക്കണം. ക്ഷമ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളുടെ ജനിച്ചിട്ടുള്ള സ്വഭാവം നമുക്ക് മാറ്റാൻ പറ്റില്ല. എന്നാലും നമ്മളുടെ ബന്ധങ്ങള്, നമ്മൾ സ്നേഹിക്കുന്ന ആളുമായിട്ട് നമ്മളുടെ കൂടെ ജീവിക്കുമ്പോൾ നമ്മൾക്ക് ആ പേഴ്സൺ നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് അത്യാവശ്യമാണെന്ന് നമ്മൾക്ക് തോന്നുമ്പോൾ കുറച്ചൊക്കെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് വേണ്ടി വരും. അപ്പൊ ക്ഷമ അതിലൊന്നാണ്. പിന്നെ തേർഡ് ഐ ചക്ര നിങ്ങളുടെ ബ്ലോക്ക്ഡ് ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ ചിലരോട് പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങളിത് നീട്ടി വെച്ചേക്കുന്ന സമയമായിട്ടില്ല എന്ന് പറഞ്ഞ്. അപ്പൊ ഭഗവാൻ പറയുന്നത്, നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്ന കാര്യം ഇപ്പൊ ചെയ്യുക, സക്സസ്ഫുൾ ആകും എന്ന് പറയുന്നുണ്ട്. പിന്നെ ശിവ ജപം, ഹാർനസ് ദ പവർ ഓഫ് രുദ്രമന്ത്രം ജപിക്കണമെന്ന് പറയുന്നത്. ഓം നമോ ഭഗവതേ രുദ്രായ എന്ന മന്ത്രം 108 പ്രാവശ്യം ജപിക്കണമെന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ളത്, നമ്മളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പോസിറ്റീവായിട്ട് കാണണമെന്ന് പറയുന്നുണ്ട്. പ്രശ്നങ്ങൾ വരും, അത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല, മനുഷ്യനാണ് അല്ലെ. എല്ലാ സമയവും സന്തോഷം പോസിബിൾ അല്ല. എല്ലാ ജീവിതാവസാനം വരെ നല്ല കാര്യങ്ങൾ മാത്രം പോസിബിൾ അല്ല, പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പൊ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക. ഇത്രയല്ലേ നമുക്ക് പറ്റുള്ളൂ, ഇതിനെന്തൊക്കെ വലിയ പ്രശ്നങ്ങൾ മറ്റുള്ളവർക്കുണ്ട് എന്ന് വിചാരിച്ച് സമാധാനിക്കുക. രണ്ടാമത്തെ കാര്യം, പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ കണ്ടെത്താൻ ശ്രമിക്കുക. അല്ലാതെ പ്രശ്നങ്ങളിൽ കിടന്ന് കരഞ്ഞ് വേളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ലെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു വ്യത്യാസം വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ ലാസ്റ്റ് കാർഡ് പറയുന്നത്, നിങ്ങളിപ്പോ ഒരു സ്ഥലം മാറ്റത്തിന് ഉള്ള ഒരു സമയമാണ്. അപ്പൊ സ്ഥലം മാറ്റം ഉണ്ടാവാൻ വഴിയുണ്ട്. ചിലപ്പോൾ വീട് മാറുക, ജോലി മാറുക, അങ്ങനെയൊക്കെയാണ്. അല്ലെങ്കിൽ ഭർത്താവിന്റെ ജോലി, ഭാര്യയുടെ ജോലി അനുസരിച്ച് നിങ്ങൾ സ്ഥലം മാറേണ്ടി വരികയാണെങ്കിൽ നിങ്ങൾ വലിയ എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇപ്പൊ ട്രിപ്പ് പോവാണോ, എക്സൈറ്റഡ് ആയിട്ട് ആവും നമ്മൾ. അപ്പൊ ശ്രദ്ധിക്കാതെ ഒന്നിനും ചെന്ന് കയറരുത് എന്നാണ് പറയുന്നത്. സൂക്ഷ്യം കണ്ട് മുമ്പോട്ട് പോവുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ അതാണ് നിങ്ങൾക്കുള്ള ഓറക്കൽ മെസ്സേജ്. ഇനി നമ്മൾ റീഡിങ്ങിലേക്ക് പോവുകയാണ്. എന്താണ് തേർഡ് പാർട്ടിയുടെ ഓവറോൾ എനർജി? തേർഡ് പാർട്ടിയുടെ എനർജി എന്താണ് ഇപ്പോഴത്തെ, അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. തേർഡ് പാർട്ടി എനർജി എന്താണ്?
തേർഡ് പാർട്ടി എന്ത് എനർജിയിലാണ് പ്രയോഗിക്കുന്നത്? തേർഡ് പാർട്ടി മാരീഡ് ആയ ഒരു എനർജിയാണ്. തേർഡ് പാർട്ടി മാരീഡ് ആണ്, പിള്ളേരുള്ള ഒരു ആളാണ്. ചിലപ്പോൾ കൂട്ടുകുടുംബത്തിൽ ജീവിക്കുന്ന ഒരു ആരുടെയോ ഭാര്യയോ ഭർത്താവാണ് ഈ തേർഡ് പാർട്ടി. ടെൻ ഓഫ് പെന്റക്കിൾസ് ആണ്, ഹാപ്പിലി മാരീഡ് ആണ്. അപ്പൊ ഇവർക്ക് അവരുടെ ഫാമിലിയിൽ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അവരുടെ ഭർത്താവാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും എല്ലാം അവർക്ക് ആവശ്യമുള്ള റെസ്പെക്റ്റും എല്ലാം കൊടുത്ത് പണത്തിനും ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത ഒരാളാണ് തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത്. നല്ല പേരും പ്രശസ്തിയുമുള്ള ഒരു ഫാമിലിയിലെ അംഗമാണ് ഈ തേർഡ് പാർട്ടി. പിന്നെ എന്താ കുഴപ്പം അല്ലേ? അപ്പൊ പിന്നെ മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിക്കാൻ എന്തിനാണ് നടക്കുന്നത്? ഇവർക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട്. ചിലപ്പോൾ മെന്റൽ പ്രശ്നമായിരിക്കും, പറയാൻ പറ്റില്ല എന്തായാലും. പക്ഷെ ഇവർക്ക് നല്ല കള്ളത്തരമുള്ള ആരാണ്. ഇവരെല്ലാം അവരുടെ ഫാമിലിയിലെ എല്ലാവരെയും പറ്റിച്ചിട്ടാണ് അവരൊരു തേർഡ് പാർട്ടി കണക്ഷനിൽ നിൽക്കുന്നത്, നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള കണക്ഷനിൽ നിൽക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് ചിലപ്പോ നിങ്ങളുടെ ഫാമിലിയിൽ തന്നെയുള്ള രണ്ടുപേരായിരിക്കാം. നിങ്ങളുടെ ഭർത്താവും ഫാമിലിയിലുള്ള ഒരാളും, മനസ്സിലായോ? അതുപോലെ നിങ്ങളുടെ ഭാര്യയും ഫാമിലിയിലുള്ള ഒരാളും, അങ്ങനത്തെ ഒരു കണക്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. ഫാമിലിയിലുള്ള പ്രശ്നമാണിത്, പുറത്തുള്ള ആളല്ല തേർഡ് പാർട്ടി. നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഉള്ള ആരോ ഒരാളാണ് നിങ്ങളുടെ വ്യക്തിയുടെ തേർഡ് പാർട്ടി എന്നാണ്. അപ്പൊ ഇവിടെ നിറയെ കള്ളത്തരം, നല്ലവണ്ണം നിങ്ങളുടെ വ്യക്തിയും ഈ തേർഡ് പാർട്ടിയും നിങ്ങളെ പറ്റിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മുഖത്ത് നോക്കി ചിരിച്ചു കാണിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ തേർഡ് പാർട്ടി. ചിലപ്പോൾ നിങ്ങളെക്കാളും മുതിർന്ന പ്രായമുള്ള ഒരാളായിരിക്കാൻ വഴിയുണ്ട്. അപ്പോ അവര് ഫിനാൻഷ്യലി അവർക്ക് നിങ്ങളുടെ വ്യക്തിയുടെ ഫിനാൻസ് ഒന്നും വേണ്ട. അപ്പൊ ഇവരുടെ ഉദ്ദേശം വേറെന്തോ ആണ്. വളരെ കള്ളത്തരമുള്ള ഒരു എനർജിയാണ്. ഭയങ്കരമായിട്ട് ആളുകളെ പറ്റിക്കുന്നുണ്ട്. ഇവര് മാത്രമല്ല, നിങ്ങളുടെ വ്യക്തിയും കൂടെ കൂടിയിട്ടാണ് പറ്റിക്കുന്നത്, നിങ്ങളെയും ചുറ്റുമുള്ളവരെയും. അപ്പൊ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ തേർഡ് പാർട്ടി എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവരുടെ ഈ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഈ തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ്? അവരത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. തേർഡ് പാർട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ് വന്നത്, റിവേഴ്സ് ആവാൻ പോയതാണ്. കാരണം സൈക്കിളാണ്, ഇങ്ങനെ വരും. ഓക്കെ, തൽക്കാലത്തേക്ക് ഇവർക്ക് ജോലിയുള്ള, അപ്പൊ നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുമായിരിക്കാം. ഫാമിലിയാണ്, എന്നാൽ ഇവരുടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയും കൂടെ ആയിരിക്കാം. അപ്പൊ ഇവര് നിങ്ങളുടെ വ്യക്തിക്ക് ട്രെയിനിങ് കൊടുക്കുന്ന ഒരാളായിരിക്കാം. മനസ്സിലായോ? ഇവിടെ 4 of Pentaclesഉം 8 of Pentaclesഉം കാണിക്കുന്നുണ്ട്. സ്കിൽ ഇംപ്രൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങളുടെ വ്യക്തിയെ ഇവര് ട്രെയിനിങ് കൊടുക്കുന്നു എന്ന ഭാവനയാണ് ഇവര് മീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോ പക്ഷെ ഇവര് അധികം ശമ്പളം ഒന്നും കാരണം നിങ്ങളുടെ വ്യക്തിക്ക് അധികം കഴിവില്ല, ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ട്. അപ്പൊ പ്രൊമോഷൻ ഒക്കെ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഇവര്, മനസ്സിലായോ? അപ്പൊ അങ്ങനത്തെ ഒരു എനർജിയാണ് ഈ തേർഡ് പാർട്ടി. കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വ്യക്തിയുടെ ഫിനാൻഷ്യൽ എന്താ പറയാ കാര്യങ്ങൾ ഇവരുടെ കംപ്ലീറ്റ് കൺട്രോളിലാണ്. ഇവര് സാലറി കൂട്ടി കൊടുക്കില്ല, കാരണം കപ്പാസിറ്റി കുറവാണ്, ജോലി ഇനിയും പഠിക്കാനുണ്ട് എന്നൊക്കെയാണ് ഇവര് പറയുന്നത്. വളരെ പിശുക്കായിട്ടുള്ള ഒരു തേർഡ് പാർട്ടിയാണിത്. അപ്പൊ നിങ്ങളുടെ വ്യക്തി ഇവരിൽ നിന്ന് സാലറി സ്വീകരിക്കുന്നുണ്ടെങ്കിൽ വളരെ പിശുക്കിയാണ് ഇവര് സാലറി നിങ്ങളുടെ വ്യക്തിക്ക് കൊടുക്കുന്നതെന്നാണ് പറയുന്നത് കേട്ടോ. ടോറസ്, വെർഗോ, കാപ്രിക്കോൺ ആണ് ഈ എനർജി. ഇവിടെ പൈസയുടെ കംപ്ലീറ്റ് ഇതാണ് വരുന്നത്. അപ്പൊ പൈസ കാണിച്ച് പ്രലോഭിപ്പിച്ചായിരിക്കാം ഇവര് നിങ്ങളുടെ വ്യക്തിയെ അവരുടെ കൺട്രോളിൽ വെച്ചിരിക്കുന്നത്. മനസ്സിലായി? വളരെ സ്വാർത്ഥതയുള്ളതാണ്. ഇവർക്ക് ഇമോഷണൽ ഒന്നുമില്ല, റെഡിമെയ്ഡ് ആവശ്യമാണ് ഇവർക്ക് ഉള്ളത്. കാരണം ഇവരുടെ ഫാമിലിയിലുള്ളവരൊക്കെ അവര് ബോറടിക്കുന്നുണ്ട് അവർക്ക്. കാരണം പൈസക്ക് ബുദ്ധിമുട്ടില്ല, പേരിന് ബുദ്ധിമുട്ടില്ല, എല്ലാവരും റെസ്പെക്ട് ഉണ്ട്, പ്രശസ്തി ഉള്ളത്. അങ്ങനത്തെ ഒരു ഫാമിലി ആകുമ്പോൾ അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അപ്പൊ ഇവർക്ക് ചില ആളുകൾ ഭയങ്കര ഈവിളാണ് അല്ലെ? ചിലരുടെ സ്വഭാവത്തിൽ ഈവിൾനെസ് ഉണ്ട്. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യുക, ഉപദ്രവിക്കുക, അവരെ കീഴ്പ്പെടുത്തി വെക്കുക എന്നുള്ളൊരു, ചിലർക്ക് അങ്ങനെ ജന്മനാ ഉള്ള ഒരു ക്യാരക്ടർ ഉണ്ട്. ചിലര് അതിൽ ചെന്ന് കയറുന്നവരാണ്, ഈവിൾ ആയിട്ട് മാറുന്നത്. പക്ഷെ ഈ ഒരു എനർജി തേർഡ് പാർട്ടി ഈവിൾ ആണ്. ഇവര് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യണം,
അവരെ പ്രലോഭിപ്പിച്ച് അതൊക്കെ അവർക്കൊരു ക്രെഡിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ചിലപ്പോ ചെറുപ്പത്തിൽ ഭയങ്കര സൗന്ദര്യം ഉണ്ടായിരുന്നു, ഒരു പ്രായമാവുമ്പോൾ സൗന്ദര്യം കുറവ്. അപ്പൊ അവനോട് തന്നെ അവർ പറയുന്നതാണ്, ഞാൻ ഇപ്പോഴും സുന്ദരിയാണ്, കണ്ടില്ല ഇത്രയും പേര്, അല്ലെങ്കിൽ സുന്ദരനാണ്, ഇത്രയും പേര് ഇപ്പോഴും എന്റെ പുറകെ നടക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് പണം കൊടുത്തിട്ടാണ്, അവരെ കൺട്രോൾ ചെയ്തിട്ടാണ് ഇവരുടെ കൂടെ നിർത്തുന്നതെന്നുള്ള ആ ഒരു ചിന്ത അവർക്ക് പേടിയാണ്. അപ്പൊ ഇവര് നിങ്ങളുടെ വ്യക്തിയെ ശരിക്കും കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് പറയുന്നത് കേട്ടോ. അതാണ് അവരുടെ അവസ്ഥ. അപ്പൊ ഇവര് ചിലപ്പം എന്താ പറയാ, ഒരു സ്ത്രീയോ പുരുഷനോ എനിക്കറിയില്ല, എന്നാലും വളരെ സൗന്ദര്യം ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പ്രശസ്തി ഉണ്ടായിരുന്ന എല്ലാവരും ഇവരുടെ പുറകെ നടന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. പക്ഷെ കാലം കടന്നു പോകും തോറും ആ ഒരു നമ്മൾക്ക് മറ്റുള്ളവരിലുള്ള കൺട്രോളും അവരുടെ അട്രാക്ഷൻ ഒക്കെ കുറയും. അപ്പൊ ചിലര് ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യും. അധികമായിട്ട് മേക്കപ്പ് ചെയ്യുക, പ്രായത്തിനനുസരിക്കാത്ത തരത്തിലുള്ള പെരുമാറ്റങ്ങൾ പെരുമാറുക, അങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണിക്കും. ഇപ്പൊ നിങ്ങളുടെ വ്യക്തിയെ അതൊന്നും അല്ല, അത് അങ്ങനെയല്ല അവർ കൺട്രോൾ ചെയ്യുന്നത്, പണത്തിന്റെ കാര്യത്തിലാണ്. ഇവരുടെ ഭാവി, ഈ തേർഡ് പാർട്ടിയുടെ ഭാവി എന്താണെന്ന് നമുക്ക് നോക്കാം. തേർഡ് പാർട്ടിക്ക് എന്താണ് വരാൻ പോകുന്നത്, തേർഡ് പാർട്ടിയുടെ ജീവിതത്തിലേക്ക് ഇനി എന്താണ് വരാൻ പോകുന്നത്. എന്തുകൊണ്ട് ഇത് ഏസ് ഓഫ് കപ്സ്, ഏസ് ഓഫ് സ്വേർഡ്സ് കമ്മ്യൂണിക്കേഷൻ ആണ്, കമ്മ്യൂണിക്കേഷൻ ആണ്. ഇവരോട് ആരോ ക്വീൻ ഓഫ് കപ്സ്, ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാല് അൺകണ്ടീഷണൽ ലവ് ആണ്. ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഇമോഷണൽ എന്ന് വെച്ചാല് മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം മാറ്റിവെക്കുന്ന ഒരു എനർജിയാണ് ഈ ക്വീൻ ഓഫ് കപ്സ് എന്ന് പറഞ്ഞ ആള്. എന്തുകൊണ്ടാണ് ഈ എന്തുകൊണ്ടാണ് ഇവിടെ അപ്പൊ ഇവരെ ആരോ ഒരാള്, ഒരു ക്വീൻ ഓഫ് കപ്സ് ഇവരെ ചിലപ്പോ പണ്ട് ഇവരുമായിട്ട് ബന്ധത്തിലുണ്ടായിരുന്ന ഒരു സ്ത്രീയോ പുരുഷനോ ആയിരിക്കാം. അത് നിങ്ങളുടെ ഈ വ്യക്തിയുടെ ജീവിതത്തിലുള്ള തേർഡ് പാർട്ടിയെ കോൺടാക്ട് ചെയ്യുന്നു, കിങ് ഓഫ് വാൻസ് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ഭാവിയിൽ വരാൻ പോകുന്നത് ഒരു ഇവരോട് ആരോ ഇവര് ആരോ ആയിട്ട് ഇവരൊരു റിലേഷൻഷിപ്പിൽ കയറാൻ പോകുന്നുണ്ട്. പക്ഷെ പുറമേ ഭയങ്കര സ്നേഹമാണെന്ന് അഭിനയിച്ചിട്ട് ഇവരെ വളരെയധികം ഉപദ്രവിക്കാൻ വേണ്ടി ഈ സർപ്പമാണ് വന്ന് കയറാൻ പോകുന്നത് ഇവരുടെ ജീവിതത്തിലേക്ക്. അപ്പൊ ഇവരോട് പഴയ ഏതോ ഒരു ബന്ധത്തിലുള്ള ഒരാൾ ഇവരെ കോണ്ടാക്ട് ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ഇവർക്ക് വരുന്നുണ്ട്, ഒരു പുതിയ കമ്മ്യൂണിക്കേഷൻ ആണ് വരുന്നത്. ഇവർ ഈ കമ്മ്യൂണിക്കേഷനിൽ ഇവരോട് പറയും, നിങ്ങളെ എനിക്ക് എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ്, പണ്ടേ ഇഷ്ടമായിരുന്നു, അത് കഴിഞ്ഞ് ഇവരെന്തോ കാര്യത്തിൽ ഇവർക്ക് വിവാഹം കഴിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് പോയി, അല്ലെങ്കിൽ ഇവര് ഉപേക്ഷിച്ചതായിരിക്കാം ഈ വ്യക്തിയെ. അപ്പൊ പണ്ട് ഇവരെ സ്നേഹിച്ചിരുന്ന ആരോ ഒരാളാണ് ആ വ്യക്തി തിരിച്ചു വരുന്നത്. ഇപ്പൊ ഈ വ്യക്തി വളരെ വൈരാഗ്യ ബുദ്ധിയോടെ ഇവരെ നശിപ്പിക്കണം എന്ന ഉദ്ദേശത്തിൽ വരുന്നതാണ്. പക്ഷെ ഇവർക്ക് പ്രത്യാശയായിട്ടാണ് ഈ വ്യക്തി വന്ന് കയറാൻ പോകുന്നത്. വന്ന് കയറിക്കഴിഞ്ഞാല് ഇത് സർപ്പമാണ് വന്ന് കയറാൻ പോകുന്നത്, വിഷസർപ്പം. അപ്പൊ എന്തായിരിക്കും ഇവരുടെ ജീവിതം എന്ന് നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ. പക്ഷെ ഇവർക്ക് അത് മനസ്സിലാകില്ല എന്നതാണ് ഇവരുടെ ഒരു പ്രത്യേകത. കാരണം ഇവരെ സ്നേഹിച്ച് ഉപേക്ഷിച്ച ഒരു വ്യക്തിയാണ് തിരിച്ചു വരാൻ പോകുന്നത് ഇവരുടെ ജീവിതം. നിങ്ങളുടെ വ്യക്തി അല്ലാതെ വേറൊരു വ്യക്തി ഇവിടെ വന്ന് കയറാൻ പോകുന്നുണ്ട്. ആ വ്യക്തി ഇവർക്ക് പ്രത്യാശ കൊടുക്കും, നമുക്കൊരു ജീവിതമാകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പ്രലോഭിപ്പിച്ച് രണ്ടുപേരും കൂടെ ഇറങ്ങിപ്പോകും. ഈ ഫാമിലിയിൽ നിന്ന് ഇവരെ അകറ്റി കൊണ്ടുപോകും. ഈ തേർഡ് പാർട്ടി ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ പഴയ ആള്, സ്നേഹം അഭിനയിച്ച് വരുന്ന ആള് ഇവർക്ക് മോഹങ്ങൾ കൊടുത്തിട്ട് വയസ്സാം കാലത്തായിരിക്കും ചിലപ്പോ അവനെയും കൊണ്ട് ഈ സർപ്പം ഇവരെയും കൊണ്ട് ഇവരുടെ ഫാമിലിയിൽ നിന്ന് ഇവരെ ഇറക്കിക്കൊണ്ടു പോകുന്നതാണ് പറയുന്നത്. ഇവരുടെ എന്തായിരിക്കും ഭാവിയിൽ അതാണ് വരുന്നത്. പിന്നെ എന്താണ് ഇവരുടെ ഇത് തന്നെ ചാരിറ്റി കാണും. വളരെ വളരെ എന്താ പറയാ സ്ട്രോങ് ആയിട്ട് നിന്നിട്ട് ഇതിനകത്ത് നിന്ന് വളരെ ഇമ്പൾസീവ് ആയിട്ടാണ് ഇവർ ഇറങ്ങി പോകാൻ പോകുന്നത് കേട്ടോ. ഇത് അവർക്ക് ഭയങ്കര പണിയാവും. കാരണം ഈ വിഷസർപ്പമാണ് ഇവരെയും കൊണ്ട് പുറത്തേക്ക് പോകാൻ പോകുന്നത്. അതിനുശേഷം ഇവരുടെ ജീവിതത്തിന്റെ കൺട്രോൾ ഈ വന്ന് കയറുന്ന എനർജിയാണ് എടുക്കാൻ പോകുന്നത്. ചാരിറ്റ് ആണത്. അതാണ് ഇവരുടെ ലൈഫിന്റെ കൺട്രോൾ എടുക്കാൻ പോകുന്നത്. വളരെ വയലന്റ് ആയ ഒരു എനർജിയാണ് ഈ വന്ന് കയറാൻ പോകുന്നത്. അപ്പോ പ്രതികാരദാഹവും ഉണ്ട് ഈ വ്യക്തിക്ക്. കാരണം ഇവരുടെ നല്ല സമയത്ത് സ്നേഹിച്ചിട്ട് ഇവര് ഇൻസൾട്ട് ചെയ്ത് ഇറക്കി വിട്ട ഒരാളായിരിക്കും ഇപ്പൊ. പക്ഷെ ഇവരുടെ ഇങ്ങനെ ഒരു സമയത്ത് ഇവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല, എന്നാലും പഴയ ഒരാൾ വന്ന് കയറുമ്പോൾ അതും ഇരിക്കട്ടെ എന്ന് വിചാരിക്കുമല്ലോ. പക്ഷെ ഇവരെ സ്നേഹം അഭിനയിച്ച് ഈ തേർഡ് പാർട്ടി ഇവരുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ വ്യക്തി ഇവരെയും കൊണ്ട് പുറത്തേക്ക് പോകും. പിന്നെ അവരുടെ ജീവിതം
ഈ വ്യക്തിയുടെ കൺട്രോളിലായിരിക്കും. ഭയങ്കര അധികം ഉപദ്രവിക്കും. നൈറ്റ് ഓഫ് സ്വർഡ്സ് ആണ്. നൈറ്റ് ഓഫ് സ്വർഡ്സ് എന്ന് പറഞ്ഞാൽ വളരെ വയലന്റ് ആയിട്ടുള്ള ഒരു എനർജിയാണ്. അപ്പോ ഈ എനർജി ഇവരെ ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുമെന്നാണ് പറയുന്നത്. അവരത് മനസ്സിലാക്കുമ്പോഴേക്കും കുറെ വൈകി പോകും. ഇവിടെ ക്യാൻസർ സോഡിയാക് സൈൻ ഉണ്ട്, അക്വാരിയസ് ഉണ്ട്, പിന്നെ അത്രയുമാണ് സോഡിയാക് സൈൻ കണ്ടത്. ഇവര് പക്ഷെ പൊതുവെ കള്ളത്തരമുള്ള ഒരു എനർജി ആയതുകൊണ്ട് ഇവർക്ക് അത് കിട്ടുന്നതില് എനിക്ക് വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. നമ്മള് കൊടുക്കുമ്പോ തിരിച്ചു കിട്ടാനുള്ളതും കൂടെ നമ്മൾ പ്രതീക്ഷിച്ചിട്ട് വേണമല്ലോ കൊടുക്കാനായിട്ട്. ചീത്ത കൊടുത്താലും ചീത്ത തിരിച്ചു കിട്ടും. അപ്പൊ ഇവരുടെ കർമ്മഫലം വളരെ മോശമാണ്. മനസ്സിലായോ? വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് ഇവർ പോകാൻ പോകുന്നതെന്നാണ് കാണിക്കുന്നത്. ഇതാണ് തേർഡ് പാർട്ടിയുടെ കർമ്മഫലം. ഓക്കെ, അപ്പൊ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിംഗ് ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടു എല്ലാവർക്കും